വളരെ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഈ മണിക്കൂറിന്റെ ആദ്യത്തെ സമയത്തിലേക്ക് തന്നെ പോകുന്നത്. എറണാകുളത്ത് തീവ്രവാദ കൊലപാതക കേസുകളിലെ പ്രതികൾ ചേർന്ന് മനുഷ്യാവകാശ സംഘടന രൂപീകരിച്ചു. NCHDR എന്ന പേരിൽ രൂപീകരിച്ചിരിക്കുന്ന സംഘടനയിൽ കാപ്പ കേസ് പ്രതിയുമുണ്ട്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സഹിൻ ആന്റണി വിവരങ്ങളുമായി എറണാകുളത്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സഹിൻ, അത് കൊള്ളാം. എന്തായാലും നല്ല ആളുകളാണ് ഈ മനുഷ്യാവകാശ സംഘടന രൂപീകരിച്ചത്. എന്തായിരുന്നു ഈ സംഘടനാ രൂപീകരണത്തിന്റെ ഉദ്ദേശം? ഉദ്ദേശം നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പിന്നിലെ ഉദ്ദേശങ്ങൾ പലതും ഉണ്ടാവും. കാരണം മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ പിന്നെ അതിലേക്ക് ഏത് വിഷയങ്ങളിൽ വേണമെങ്കിലും ഇടപെടാമല്ലോ. പ്രത്യേകിച്ചും ഈ ഗുണ്ടകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂടുതലായിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണല്ലോ. അവിടെയും ഇവിടെ ഇരുന്ന് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക, പണം നേടുക. അപ്പോൾ ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലും പെട്ടെന്ന് പോയി ഇടപെടാൻ കഴിയുന്നൊരു വിഷയമാണ്. പക്ഷേ പോലീസ് അത്യാവശ്യം ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മനുഷ്യാവകാശ സംഘടന NCHRD എന്നാണ് ഇതിൻ്റെ പേര്, NCHDR ഈ സംഘടനയുടെ കീഴിൽ ചില പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ആലുവ പോലീസ് സ്റ്റേഷൻ SHO അദ്ദേഹം ഇടപെട്ട് അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് നിർത്തലാക്കി. കാരണം ആലുവ റൂറൽ SP കൃത്യമായൊരു നിർദ്ദേശം നൽകിയിരുന്നു, ഈ സംഘടനയോട് പ്രവർത്തിക്കരുത്, എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഇതിൽ തീവ്രവാദ കേസിലെ പ്രതിയായിട്ടുള്ള പാനായിക്കുളം നിസാം അത് തീവ്രവാദ കേസിലെ പ്രതിയാണ്. ഒപ്പം തന്നെ 2 കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള രാധാകൃഷ്ണൻ കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. മറ്റൊരു കാപ്പ ഗുണ്ടയായിട്ടുള്ള ഔറംഗസേബ്, അങ്ങനെ നിരവധി ആളുകൾ ഈ ഗുണ്ടാ സംഘങ്ങളിലുണ്ട്. ഒപ്പം തന്നെ ഇവർ NCHDR എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഈ ഗുണ്ടകളെല്ലാം ചേർത്തുകൊണ്ട് NCHDRൻ്റെ പേരിൽ റീലുകൾ ഇറക്കുന്നു. പണ്ട് ഗുണ്ടകൾ സംഘമായി ചേർന്നാണ് റീലുകൾ ഇറക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറി പകരം NCHDRൻ്റെ പേരിലാണ് റീലുകൾ ഇറക്കുന്നത്. ഇതൊരു തന്ത്രമാണ് ബില്ല്. കാരണം ഈ ഗുണ്ടകളുടെ ഈ റീലുകൾ കണ്ട് ആളുകൾ സെറ്റിൽമെൻറ്റിനായി ഇവരെ സമീപിക്കും. സ്വാഭാവികമായി ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകരാണ്, മനുഷ്യാവകാശ സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് അതൊരു ഭീഷണിയായി ആ വിഷയം പരിഹരിക്കുകയും അതിൽ സെറ്റിൽമെൻറ്റിലൂടെ കൂടുതൽ കാശുകൾ നേടുകയും ചെയ്യും. അപ്പോൾ പോലീസിനെ ഭയക്കേണ്ട, നിയമത്തെയും ഭയക്കേണ്ട, ആരെയും ഭയക്കേണ്ട. പകരം സെറ്റിൽമെൻറ്റിൻ്റെ പുതിയ വഴിയായിട്ടാണ് ഈ മനുഷ്യാവകാശ സംഘടനയെ കണക്കാക്കാൻ കഴിയുന്നത്. എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കാൻ തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും 2 കൊലപാതക കേസിലെ പ്രതിയും കാപ്പ കേസിലെ പ്രതിയും തീവ്രവാദ കേസിലെ പ്രതിയും എല്ലാം ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടന നമ്മുടെ നാട്ടിൽ രൂപീകരിച്ചപ്പോൾ കുറച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണമല്ലോ. മാത്രമല്ല പോലീസ് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം പോലീസിനും വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത്. ബില്ല് തീർച്ചയായും NCHDR എന്നുള്ള ഒരു ബോർഡൊക്കെ വണ്ടിയുടെ മുകളിൽ ആ ഇനോവയ്ക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും സംഘടന രൂപീകരിച്ചതിന് മുമ്പേ ബോർഡ് വെക്കുകയും അങ്ങനെ ഇടപെടൽ നടത്തുകയും ചെയ്തതിന് പിന്നിലുള്ള ആളുകളുടെ യഥാർത്ഥ കയ്യിലിരിപ്പ് ഇതാണ് എന്നുള്ളത് പോലീസ് വളരെ കൃത്യമായി തുറന്ന് കാണിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.